ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗോയിങ് ത്രൂ മൈ മെമ്മറീസ്. കുറേ കാലമായി ഉമ്മൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട്, അപ്പം നമ്മളെ ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ ഒന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ട്രാവൽ. എല്ലാവരും ഇന്ന് രാവിലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പോകുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മളെല്ലായിടത്തും കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ എത്താറ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആക്കിയൊക്കെ വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. പിന്നെ ഇത് പെട്ടെന്ന് പൊട്ടി മുളച്ചൊരു സംഭവം ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ലേറ്റ് ആവുന്നത്. മറ്റേത് നമ്മൾ എല്ലാ കാര്യങ്ങളൊന്നും മാനേജ് ചെയ്തിട്ട് ഒക്കെ സെറ്റാക്കി എടുക്കുമല്ലോ. ഉമ്മൻ്റെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കുറേ മെമ്മറീസും കുറേ ഗ്രാൻഡ് ചൈൽഡും സിസ്റ്റേഴ്സിൻ്റെ മക്കളും അങ്ങനെയൊക്കെയുള്ള പല പല ഓർമ്മകളായിരിക്കും അല്ലേ എല്ലാവർക്കും ഉണ്ടാവുക. പക്ഷേ ഇവിടെ ഞാനാണ് ഫസ്റ്റ് ഗ്രാൻഡ് ചൈൽഡ്. അപ്പം അതിനനുസരിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളെ മുന്നിൽ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുമല്ലോ. ഉമ്മൻ്റെ സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഉമ്മൻ്റെ സിസ്റ്റേഴ്സിൻ്റെ മക്കളൊക്കെ കുറച്ച് എന്നെക്കാട്ടിയും ചെറിയ കുട്ടികളാണ്. അപ്പം അതിനനുസരിച്ച് ഞാൻ മാത്രമാകുമ്പം എല്ലാവരുടെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഓരോരുത്തർ വരുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അവിടെയുള്ള സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും എൻജോയ് ചെയ്തത് വേറെ എന്തായാലും ആരും അത്രയും എൻജോയ് ചെയ്തിട്ടുണ്ടാവില്ല. ബാക്കി എല്ലാവരും വരുമ്പം പിന്നെ കാലങ്ങൾ ഇങ്ങോട്ടായല്ലോ. പിന്നെ എല്ലാവർക്കും സ്കൂളായി, എല്ലാവരും തിരക്കായി. കുറേ ഞാനൊരു ഡിഗ്രി പഠിക്കുന്നത് വരെ, ഡിഗ്രി സെക്കൻഡ് ഇയർ വരെ ഞാൻ അവിടെ പോയി നിൽക്കലും ഇതാക്കലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡിഗ്രി തേർഡ് ഇയറൊക്കെ ആയപ്പോൾ ഉമ്മക്ക് വയ്യാണ്ടായി. പിന്നെ കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ഒന്നും അങ്ങോട്ട് പോവലും ഇല്ല. പിന്നെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഇപ്പം തീരെ പോകാറില്ല. കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം 2-3 വട്ടം ഇങ്ങനെ പാരൻസിൻ്റെ കൂടെ, അതേമാതിരി ഹസ്ബൻഡിൻ്റെ കൂടെ ഒക്കെ, ഷാൻ്റെ കൂടെ ഒക്കെ പോയി അവിടെ വിസിറ്റ് ചെയ്ത് പോരാ, ജസ്റ്റ് പോവുക, എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ അതിൽ കൂടാ വരിക എന്നല്ലാണ്ട് കുറേ ടൈം പോയി സ്പെൻഡ് ചെയ്യുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനേ അല്ല ഇപ്പം അവിടെ. കാരണം അവിടെ ഗ്രാൻഡ്മ ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു എന്തായാലും നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടാകും. പിന്നെ എന്താണ്, തറവാട് വീട് ഇപ്പോൾ അവിടെ ഇല്ല. അവിടെ അതേമാതിരി അവിടെ ഒരു ബ്രിഡ്ജിൻ്റെ പണി വരുന്നതുകൊണ്ട് അത് പൊളിച്ചു. അപ്പോൾ പിന്നെ അതൊക്കെ കൂടി ആകുമ്പോൾ നമുക്ക് പോയി നമ്മളെ പഴയ മെമ്മറീസിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ വിരളമായിരിക്കും എല്ലാവർക്കും. പക്ഷെ ഇപ്പോഴും പഴയ വീട്ടിൽ പോയി നിൽക്കുക, മീൻസ് ഉമ്മൻ്റെ വീട്ടിൽ പോയി നിൽക്കുക, അതൊക്കെ നല്ല എൻജോയ് ചെയ്യുന്ന കുറേ പേരിൻ്റെ മുന്നിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം പറ്റുന്നവർക്ക് ഇപ്പോഴും അങ്ങനെയൊക്കെ ഒരു ഇത് നമുക്ക് സൗകര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ പോയി എൻജോയ് ചെയ്യുക. അതൊക്കെ നമുക്ക് തന്നെ എന്താണ് ഒരു റിലീഫ് തരുന്ന ഒരു സംഭവമാണ്. നമ്മളെ വർക്കൊന്നും അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു അതൊക്കെ കിട്ടും. ഞാൻ ഈ പറയുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എത്രത്തോളം അവിടെ അറ്റാച്ച്ഡ് ആയിരുന്നു എന്നുള്ളത്. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഇതുപോലത്തെ ഒരു സ്പേസ്. അതെന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാതിരിക്കരുത്. നമുക്ക് എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും പറ്റുകയാണെങ്കിൽ ഒന്ന് പോയി കാണാം, നമ്മളെ പഴയ മെമ്മറീസൊക്കെ ഒന്ന് റിക്കവർ ചെയ്യുക. ഇത് വീട് വിറ്റതും ഇതാക്കിയതൊന്നുമല്ല, പക്ഷേ ആ ഒരു ബ്രിഡ്ജ് വരുന്നതുകൊണ്ട് ഉള്ള ഇതിൽ എന്താ അതിൻ്റെ തൂണ് കാര്യങ്ങൾ ഇതിൻ്റെ അടിയിലാകും. അപ്പം അത് അവർക്ക് വേണ്ടിയിട്ട് നമ്മളത് കൊടുക്കണ്ടേ, ആ സ്പേസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ വീടിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളും അതൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഒരു തൂണ്, പാലത്തിൻ്റെ ഒരു തൂണ് വീടിൻ്റെ നടുക്ക് തന്നെയാണ് വരിക. അപ്പോൾ എന്തായാലും വീട് പോകും. പക്ഷേ ബാക്കിയുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ ഏതായാലും ആ വഴിയാണ് പോകുന്നത്. എന്നാൽ പിന്നെ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കാം, നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് അയവിറക്കാം, അല്ലെങ്കിൽ റീകോൾ ചെയ്തെടുക്കാം. ലെറ്റ്സ് ഗോ ടു അവർ മെമ്മറീസ്. ബസ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇടയിൽ കൂടെ വേണം പോകാൻ. അപ്പം നമുക്ക് 3 റൂട്ടിലൂടെ ഇവിടേക്ക് വരാൻ പറ്റും. ഞാനിപ്പോൾ വന്ന് കോട്ടക്കടവ്, അങ്ങനെ മണ്ണൂർ വളവ്, കോട്ടക്കടവ്, ഫറോക്ക്, അങ്ങനെ ആ റൂട്ട് വഴിയാണ് വന്നത്. നമുക്ക് വേണമെങ്കിൽ ഫറോക്കിൽ നിന്ന് കരിന്തിരുത്തി, ചാലിയം, അങ്ങനെ ആ വഴിയും വരാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ രാമനാട്ടുകര യൂണിവേഴ്സിറ്റി അങ്ങനെയും വരാം. ഇതാണ് എൻ്റെ പഴയകാല ഓർമ്മ സ്ഥലങ്ങൾ. അവിടേക്ക് ഒരമ്പലമുണ്ട്, ഒരാൾത്തറക്കായിട്ട് പൂഴി. ഇങ്ങനെ നമുക്ക് ഇപ്പം നമ്മൾ രാമനാട്ടുകര അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഇത് കൂടെ മുന്നിൽ കൂടെ ആണ് വഴി പോവാം. എന്നിട്ട് ഇങ്ങനെ പരപ്പനങ്ങാടി അങ്ങനെ പോകും. അപ്പം നമുക്ക് 2 വഴിയാണ് ഭാഗത്തേക്കുള്ളത്. 2 വഴിയില്ല, 3 വഴിയിലൂടെ നമുക്കിങ്ങനെ വരാൻ പറ്റും. ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് റോഡ് കടന്നു കഴിഞ്ഞാലാണ്
ഉമ്മൻ്റെ വീട്. അവിടെ പല ഓർമ്മകളും നൊസ്റ്റാളജി ആയിട്ടുള്ള കുറച്ച് ഓർമ്മകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് അവിടെയൊക്കെ ഒന്ന് പോയി കാണാം എന്നുള്ളത്. ഒന്ന് പോയി നോക്കാം. അവിടെ അറിയുന്ന ആൾക്കാർ ഉണ്ടോ എന്ന് അറിയില്ല. ഞാൻ വിചാരിച്ച മാതിരി എന്തായാലും നല്ല വൃത്തികേടായിട്ട് സ്ഥലമാണ്. സംഭവം ഒന്നാമത് റോഡ് സൈഡാണ്. അപ്പം പിന്നെ ആൾക്കാർ വേസ്റ്റ് ഇടലും അതിടലും ഇതൊക്കെ ആയിട്ട് സംഭവം ഫുള്ള് നശിച്ചിട്ടുണ്ട്. പിന്നെ അതേമാതിരി നല്ല നമ്മളെ റോഡ് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് വെള്ളം നല്ല ഫ്ലോയിലടിച്ചിങ്ങോട്ട് വരും ചെയ്യും. അപ്പോൾ റോട്ടുമത്തെ വേസ്റ്റും കൂടി ഇങ്ങോട്ട് എത്തും. പിന്നെ ഈ ഷോപ്പ് കാര്യങ്ങൾ അതൊക്കെ സാധാരണ നോർമൽ നടക്കുന്ന പോലെ നടന്നു പോകുന്നുണ്ട്. പിന്നെ കുറേ ക്വാർട്ടേഴ്സ് കാര്യങ്ങൾ, പിന്നെ മിൽമൻ്റെതാണിത്, പാലിൻ്റെതായിരുന്നു. അതൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. അതൊക്കെ ആ ഒരു പണിയും കാര്യങ്ങളൊക്കെ ആവുന്നതുകൊണ്ട് എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. ഒക്കെ വൃത്തികേടായി അലങ്കോലമായി കിടക്കുക. കാരണം ഉമ്മ ഉള്ള ടൈമിൽ നോക്കാനും ഉണ്ടാക്കാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം ആരുമില്ല നോക്കാനും. പിന്നെ റോഡ് സൈഡാണ്. പുറത്തത്തെ കടക്കാർ വേസ്റ്റ് കൊണ്ടുപോയിടലും അതും ഇതൊക്കെ ആയിട്ട് ഫുള്ള് അലമ്പായി കിടക്കുകയാണ്. അപ്പം ഒന്നാൽ കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കി. പിന്നെ ഏതാണെന്ന് എനിക്ക് കറക്റ്റിൻ്റെ കൂടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ എനിക്ക് നോക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ അവിടെ പോയപ്പോൾ അവിടുത്തെ 2-3 ഷോപ്പ് പണ്ടുള്ള ഷോപ്പുകൾ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഓരൊക്കെ കണ്ടു, സംസാരിച്ചു. കുറച്ച് നേരം അതൊക്കെ നോക്കി നിൽക്കലും ഇതാക്കലും എല്ലാ ഷോപ്പിലൊക്കെ കയറി ഇന്നറിയോ കാരണം എല്ലാവർക്കും എന്നെ മറന്നിട്ടുണ്ട്. കുറേ കാലമായി ഈ ഭാഗത്തേക്ക് വന്നിട്ട്. എന്തായാലും ഞാൻ വന്നിട്ട് എന്തായാലും ഷോപ്പിലൊക്കെ പോയിട്ട് എന്തായാലും ഒരു 4-5 വർഷമായിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ളവരാണ് ഉമ്മയും ഉപ്പയോ അങ്ങനെ ആൻറ്റിമാരൊക്കെയാണ് വന്ന് കാര്യങ്ങളൊക്കെ നോക്കലും ഇതാക്കലൊക്കെ. പിന്നെ ഞാനിപ്പോഴത്തേക്ക് വരലും ഇല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ വരേണ്ടത്. അപ്പോൾ ഏതായാലും ഇന്ന് ഈ വഴി വന്നതല്ലേ വിചാരിച്ചിട്ട് ഒന്ന് പോയി കാണാം. എന്തായാലും നമ്മളതല്ലേ, പീടികകളും കാര്യങ്ങളൊക്കെ നമ്മളതല്ലേ. അപ്പം ഞാൻ പോയി നോക്കണമല്ലോ. കാരണം അങ്ങനെയാണല്ലോ, നമ്മൾ മുതലാളിയാകുമ്പോൾ നമ്മൾ എന്തായാലും പോയി നോക്കണമല്ലോ. അതൊന്നല്ല കേട്ടോ, വെറുതെ ഒന്ന് എല്ലാം കാണാമെന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ പോകുന്നതാണ്. എല്ലാം നശിച്ചു, എല്ലാ ഓർമ്മകളും നശിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇതിൻ്റെ പാലത്തിൻ്റെ പണി വരുന്നതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാണ് കഥകൾ. ഈ അമ്പലത്തിൽ ഉത്സവം ഉണ്ടാക്കും. കുളവും കാര്യങ്ങളൊക്കെ ഉള്ള അമ്പലം, ആനൊക്കെ ഉണ്ടാവും. ഇത് കഴിഞ്ഞ് തോന്നുന്നു ഫെബ്രുവരി 26 ആയിരുന്നു. അവിടേക്കാണ് അമ്പലം വരുന്നത്. അവിടെയൊക്കെ പോവലുണ്ടായിരുന്നു, ഉത്സവം കാണലുണ്ടായിരുന്നു. എല്ലാം ഒരു ഓർമ്മ. ഇവിടെ ഇങ്ങനെയൊന്നുമല്ലേ കേട്ടോ, ഇതൊക്കെ വേലിയില്ലേ, നമ്മളെ മുളനെ കൊണ്ട് വേലി കെട്ടൂലേ, അങ്ങനെയാണ് ഇതൊക്കെ. അപ്പം അത് മതിലൊക്കെ കെട്ടി. ഞാനിവിടേക്ക് വന്നിട്ടൊരു 4-5 വർഷമായിട്ടുണ്ടാവും. അതിൻ്റെ മാറ്റങ്ങൾ നന്നായിട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങനെയൊക്കെയാണ് എൻ്റെ ഓർമ്മകളുള്ളത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാലും നമുക്ക് പോയി നോക്കാനുള്ള ഒരു സ്ഥലമുണ്ടല്ലോ അവിടെ. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി നേരെ പോകുന്നത് മാമൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ ബേക്കറി കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ എല്ലാവരും ഉണ്ടല്ലോ, മക്കളും പേരക്കുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എല്ലാവർക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അവിടെ പോയപ്പോൾ പൊതിച്ചോറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, നോർമൽ ഫുഡൊക്കെ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, കുറേ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഒരു 5:30 ഒക്കെ ആയപ്പം ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി. 5 o'clock ഏകദേശം ആ ഒരു ടൈം ആയപ്പം അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങി. എല്ലാവരും കൂടി തിരിച്ചെൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ഉമ്മൻ്റെ സിസ്റ്റേഴ്സും മക്കളും എല്ലാവരും കൂടി. അപ്പം നമ്മളെന്നെ ഉണ്ടാവുക ബസ്സിൻ്റെ പകുതി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. കുറച്ച് കഴിഞ്ഞപ്പം ഗേൾസ് മാത്രം എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്, മോഡലിലാണ് ഹോം
നമ്മളെ വൈറൽ കുനാഫ ചോക്ലേറ്റ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് എന്തൊക്കെ അവിടെ മെനുവിലുള്ള 2-3 ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്ത് നമ്മളെ ഗേൾസ് ഓൺലി മീൽ ടൈം, നമ്മൾ കസിൻസിൻ്റെ ഒരു മീൽ ടൈം ആയിട്ട് നമ്മൾ കണക്കാക്കി ഞങ്ങൾ അവിടെ പോയി കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചു. ചോക്ലേറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെ കഴിച്ചു, വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.